SSLC കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് ഫുള്ള് A+ ആയിരുന്നു SSLCക്ക്. അപ്പോൾ നല്ല സ്കൂളൊക്കെ കിട്ടുമായിരുന്നു. ആംഗ്ലോയിലും റഹ്മാനിയൊക്കെയാണ് ഇവിടെ ടോപ്പ് സ്കൂൾ. ആംഗ്ലോയിലാണ് അവൾ പഠിച്ചത്. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഓപ്ഷൻ കൊടുത്തിരുന്നത്. ആ സമയത്താണ് ഇങ്ങനെ ഫസ്റ്റിൽ റേസിൽ ട്യൂഷന് പോയി അവൾ. റേസിൻ്റെ ഇതിൽ ട്യൂഷന് വേണ്ടി മാത്രം. മനസ്സു കൊതിച്ചു അവിടെ നിന്നാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ കാര്യമൊക്കെ അങ്ങനെ അറിഞ്ഞ് പിന്നെ നമ്മളത് എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഈ റേസിൽ ഇൻ്റഗ്രേറ്റഡിൽ ചേർത്തിയത്. അപ്പോൾ അത് നല്ലൊരു തീരുമാനമാണെന്ന് ഇപ്പം നമുക്ക് തോന്നുന്നത്. ഫസ്റ്റ് ചാൻസിൽ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. മോളെ ബിടെക്കിന് വിടണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പിന്നെ അവളുടെ പപ്പയുടെയും അവളുടെയും തീരുമാനമാണ് നീറ്റിലേക്ക് അവളെ എത്തിച്ചത്. നമ്മൾ കുറേ സ്ഥലത്ത് ആ സമയത്ത് ഇവിടെ കുറച്ചൊക്കെ ഇത് എഴുതിയിരുന്നു, സ്കോളർഷിപ്പിൻ്റെ എക്സാം. പക്ഷെ റേസിൻ്റെ എഴുതിയില്ലായിരുന്നു സത്യത്തിൽ. എന്നിട്ട് നമ്മൾ റേസിൽ പോകാൻ കാണുന്നത് വെച്ചാൽ റേസിൻ്റെ നമ്മൾ അതിൻ്റെ റിവ്യൂസൊക്കെ കുറേ നോക്കി. പിന്നെ എൻ്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫാത്തിമ മാമിൻ്റെ മോന് റേസിനായിരുന്നു MBBS കിട്ടിയത്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഞാൻ മാമിനോട് ചോദിച്ചപ്പോൾ മാം പറഞ്ഞു നല്ലതാണെന്നുള്ളത്, മോള് വർക്ക് ചെയ്യെങ്കിൽ അവിടെ വിട്ടാൽ നല്ലതാന്ന് പറഞ്ഞു. അങ്ങനെ മാമിൻ്റെ ഇതിലാണ് ഞാൻ മോളെ റേസിൽ കൊണ്ടുപോയി ചേർത്തിയത്. പിന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അതെ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഞാനൊക്കെ വൈകുന്നേരം ഇവിടെ ഹോസ്റ്റലല്ലായിരുന്നു. അപ്പോൾ ഞാൻ വൈകുന്നേരം കൂട്ടാനൊക്കെ ചെല്ലുമ്പോഴേ കുറേ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ഒക്കെ സമയം ഇവിടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം വീട്ടിൽ പോകാനല്ല. പക്ഷെ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ എന്താണെന്നല്ല 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ അവർ ഈ ഇവിടെ ഡൗട്ട് ക്ലിയറൻസിന് അവിടെ ഇരുന്ന് കൊടുക്കും. അവരെ ക്ലാസ് കഴിഞ്ഞിട്ടും അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ സത്യത്തിൽ. അത് ഇപ്പം ഏതായാലും അതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷത്തിലാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല റാങ്കോട് കൂടി നമ്മൾ ഫസ്റ്റ് തന്നെ ഇത്രയും റാങ്ക് കിട്ടിയതിൽ അൽഹംദുലില്ലാ.